ഇത് കണ്ടോ, ഇത് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ, കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവാതെ ഇതേ രൂപത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കണം. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇവനൊരു ചെറിയ പരിപാടിയുണ്ട്. നിങ്ങൾ ഇന്നേ വരെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ ഞാനിത് ഒരുപാട് തവണ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിയുള്ളൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, വല്ല പരിക്കൊക്കെ. അപ്പോൾ എന്തെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നല്ല ചൂടായ സമയത്ത് നമുക്ക് നേരെ നമ്മളെ കടുക് ഉഴുന്ന് പരിപ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കടുവൊക്കെ അങ്ങോട്ട് ചാട്ടപ്പട പൊട്ടുന്നുണ്ട്, സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? കടവറ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് കൂടി ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതും ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ചെയ്യേണ്ട പരിപാടി എന്തായിരിക്കും, നമ്മുടെ പച്ചമുളക് 2 ഐറ്റം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇത് കണ്ടില്ലേ, ഇത് നല്ല എരിവില്ലാത്ത മുളകും ഇത് എരിവുള്ള മുളക്, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത മുളക് എന്തിനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കറിയിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെറുതായിട്ട് നമുക്ക് കടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അതിന് വേണ്ടിയാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങളിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് കൊടുത്താലോ. ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരൈറ്റം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം, അല്ലെങ്കിൽ അത് പച്ചച്ചോ വരും. എല്ലാവരും നല്ല നമുക്കറിയാം. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി പേസ്റ്റാണ്. ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. അത്ര മതി. ഇത് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കാര്യം ഇത് നല്ല രീതിക്ക് ഈ ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചൊവയും നമ്മുടെ മുളകും ഒക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് വാടി വേണം. ഇതുപോലെ എല്ലാം വാടി വരണം. അടുത്ത് നമുക്ക് ചേർക്കേണ്ടതാണെന്ന് അറിയുമോ, ഞാനൊരു 2-3 സവാള, ചെറിയ സവാളയാണ്, 3 എടുത്ത് നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം. സവാളകൾ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടായിരിക്കും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ലേശം ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. സവാള ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കണം. ഒരുപാടങ്ങ് വാടിപ്പോണ്ട സവാള, ഒരുപാടങ്ങ് വാടി നല്ലതാവണമെന്നില്ല. ചെറിയൊരു താവത്തിൽ തന്നെ നമുക്ക് അടുത്ത ഐറ്റം കൂടെ ചേർക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ. ഈ ഒരു ഐറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് കേട്ടാൽ എനിക്കറിയില്ല. കാര്യം ഞാൻ എങ്ങും കണ്ടിട്ടില്ല, ഇതുപോലെ ഒരു ഐറ്റം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഞാൻ കാണാത്തതാണോന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ രീതിക്കൊരു റെസിപ്പിയാണ്. ഞാൻ മുന്നേയൊക്കെ ചെയ്തിട്ടുള്ള സാധനമാണ്. ഒരുപാട് സമയം ബാച്ചിലറായിട്ടിരിക്കുന്ന സമയം, പണ്ടൊക്കെ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. ചോറ് കഴിക്കാനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ല ടേസ്റ്റിയുള്ള കാര്യമാണ്. അതാണ് ഞാനിവിടെ ഒന്ന് കാണിക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. നേരത്തെ ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതേ മോഡലിൽ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഇതുപോലെ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം ഇതിലോട്ടാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വെന്ത് വരാനുള്ള ടൈം മാത്രം മതി നമ്മളെ കറി റെഡിയാവാൻ. ഇത് കറിയൊന്നുമല്ല, ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയോ, അടിപൊളിയൊരു ഐറ്റമാണ്, വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യവും നിങ്ങൾ ചെയ്തു നോക്കണം. പിന്നെ കോളിഫ്ലവറൊക്കെ കിട്ടിയാൽ നിങ്ങളിത് ചെയ്യും. അമ്മാതിരി ഐറ്റമാണ്. ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കാം.
ഒരു നുള്ള് ജീരകം, നല്ല ജീരകം കൂടി ഇതുപോലെ കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ നല്ല ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്ന് കുറച്ചൊന്ന് വേവട്ടെ. ഓക്കെ, എല്ലാം ആവിയേറി നല്ല രീതിക്ക് വെന്ത് കഴിഞ്ഞു. നമ്മളാ കോളിഫ്ലവർ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ മസാല ചേർത്ത് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. ലേശം മഞ്ഞപ്പൊടി, ആവശ്യം ലേശം മഞ്ഞപ്പൊടി ഇട്ട ശേഷം നമുക്ക് ആ മഞ്ഞപ്പൊടി ജസ്റ്റ് ഒന്ന് മിക്സ് കൊടുക്കാം. എല്ലാത്തിനും മൊത്തത്തിൽ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് കൊടുക്കാം. മുളക് പൊടി സ്പൈസി എത്രത്തോളം നിങ്ങൾ വേണം അതനുസരിച്ച് ചേർക്കാം കേട്ടോ. സ്പൈസി ചേർത്ത് കൊടുക്കുക, മുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് ഒരു ഐറ്റം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാമല്ലോ. ഇതാ ഈ ഒരു ഐറ്റം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഐറ്റം കണ്ടിട്ട് മസാലയൊക്കെ നല്ല ഇതായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ലേശം ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഞാൻ ചെറുതായിട്ട് കീറിയാണ്ടിരിക്കുന്ന കറിവേപ്പില കേട്ടോ. കീറി ഇതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഐറ്റം ഇവിടെ സെറ്റായി കഴിഞ്ഞു. കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ ചോറിനായാലും ശരി, ചപ്പാത്തിക്കായാലും ശരി, ഏതിനായാലും ഇതൊരു അടിപൊളി ഒരു ഐറ്റമാണ്. ഇത് കണ്ട നോക്കിയേ, കോളിഫ്ലവർ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കണം കേട്ടോ. ഇത്തിരി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്കിപ്പം മല്ലിയില കഴിഞ്ഞു പോയി, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾ ചേർത്തുണ്ടാക്കി നോക്ക്, സൂപ്പറായിട്ടുമായിരിക്കും. പൊളിയോ പൊളി. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.